ഇനി പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് പോലീസ്. കുറ്റപത്രം നൽകുന്നതിന് മുൻപ് പോലീസ് നിയമോപദേശം തേടും. യുവതി കോടതിക്ക് നൽകിയ മൊഴി പരിശോധിക്കും. എറണാകുളം കോടതിയിൽ നിന്നും യുവതിയുടെ മൊഴി പകർപ്പുകൾ ലഭിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അപേക്ഷ നൽകും. സൂര്യ സുജി ചേരുന്നു. സൂര്യ, ഈ ഏറെ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ ഒരു കോളിളക്കം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ്. ഗാർഹിക പീഡനക്കേസിൽ വലിയ നടപടികൾ, അതായത് വനിതാ കമ്മീഷൻ അടക്കം നേരിട്ടിടപെട്ട ഒരു കേസ്, കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു കേസ്. ഇതിൽ പിന്നീട് ഈ പ്രതി രാഹുൽ ഒളിവിൽ പോകുന്നു, അയാളെ തിരിച്ചെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കേണ്ടി വരുന്ന സാഹചര്യം. ഇതിനൊക്കെ ഒടുവിൽ ഒരു വലിയ ട്വിസ്റ്റ് കിടക്കെ ഈ യുവതി സോഷ്യൽ മീഡിയയിൽ വരുന്നു. താൻ ഇങ്ങനെയൊന്നും ഒരു ഗാർഹിക പീഡനവും താൻ നേരിട്ടിട്ടിരുന്നില്ല, പറഞ്ഞതെല്ലാം നുണയാണ്, വീട്ടുകാരുടെ സമ്മർദ്ദം കാരണമാണ് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള മൊഴിയൊക്കെ പറയുന്നു. അങ്ങനെ മൊത്തം ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു കേസാണ് ഇപ്പോൾ ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്. എന്താണ് പോലീസിന്റെ അടുത്ത നീക്കം? യുവതി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഈ പ്രതിയായ രാഹുൽ പി ഗോപാലിനെ വെള്ളപൂശാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നത്. എന്നാൽ ആ സമയത്ത് ഈ യുവതിയുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ മൊഴി കണക്കിലെടുക്കാതെ തന്നെ 15 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നായിരുന്നു അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. ഇനി കുറ്റപത്രം സമർപ്പിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ഒരു സമയത്താണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥർ നിയമോപദേശം തേടും എന്നുള്ളൊരു കാര്യം അറിയിക്കുന്നത്. കാരണം ഈ യുവതി സാമൂഹ്യ മാധ്യമങ്ങളിൽ മൊഴി മാറ്റി പറഞ്ഞിരുന്നു. എന്നാൽ ആ മൊഴി കണക്കിലെടുക്കണോ എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ പോലീസ്. യുവതി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞതിന് ശേഷം കുറച്ചു ദിവസം ഒളിവിലായിരുന്നു. തുടർന്ന് യുവതിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി. ആ ഒരു സമയത്ത് യുവതിയെ കോടതി വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. ആ സമയത്ത് യുവതി എറണാകുളം കോടതിയിൽ പറഞ്ഞ മൊഴി കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ കണക്കിലെടുക്കും. ആ മൊഴി ലഭിക്കാനുള്ള നടപടികളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. 2 മൊഴികളും താരതമ്യം ചെയ്ത ശേഷമായിരിക്കും ഈ കുറ്റപത്രം സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നിയമോപദേശം തേടും. കാരണം സിവിലക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വിവാദമായ ചർച്ച ചെയ്ത ഒരു കേസ് കൂടിയാണ് ഇത്. അതോടൊപ്പം തന്നെ ഈ കേസ് ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കും. ശരി സൂര്യ, പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് പോലീസ്.